19 തെരഞ്ഞെടുപ്പിൽ രാജാജി മാത്യു തോമസ് ആയിരുന്നു LDFന്റെ സ്ഥാനാർത്ഥി. അന്ന് സുരേഷ് ഗോപി വോട്ട് ശതമാനം 27% വർദ്ധിപ്പിച്ചപ്പോൾ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞത് രാജാജി മാത്യു തോമസിൻ്റെയാണ്. അപ്പോൾ അന്നത്തെ അതിൻ്റെ ഉത്തരവാദിത്തം LDF ഏറ്റെടുക്കുമെങ്കിൽ ഇത് ഏറ്റെടുക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വേണ്ട വിധത്തിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് കെ മുരളീധരന് സീരിയസ് ആയ പരാതിയുണ്ട്. ആ പരാതി പരിഹരിക്കുമെന്ന് VD സതീശൻ പറഞ്ഞിട്ടുമുണ്ട്. അത് കെ മുരളീധരന്റെ കാര്യമായതുകൊണ്ട് ഒന്ന് പറയട്ടെ, അത് ഇപ്പം മാത്രമുള്ള പരാതിയല്ല. കെ മുരളീധരൻ എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടോ അപ്പോഴൊക്കെ മൂപ്പർ പറഞ്ഞ പരാതിയാണത്. കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് തോക്കുമ്പോൾ മൂപ്പർ വേറെ പുറത്തുള്ളവർ ആരും കുറ്റം പറയാറില്ല, സ്വന്തം പാർട്ടിനെ മാത്രമേ കുറ്റം പറയാറ്. പത്മജ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മുരളീധരനോട്, ചേട്ടനെ പറ്റിക്കും, കോൺഗ്രസ് പറ്റിക്കും എന്ന് പറഞ്ഞ കാര്യമാണല്ലോ. അതെ, അപ്പോൾ നമ്മള് സ്റ്റേറ്റ് അനാലിസിസ് തൃശ്ശൂർ അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. തൃശ്ശൂർ മാത്രമല്ല, UDF തരംഗം വീണ്ടും കേരളത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. 2 തവണ കോൺസിക്യൂട്ടീവായിട്ട് അതങ്ങനെ വരുന്നു എന്ന് പറയുന്നത് എത്ര കണ്ട് LDFന്റെ ഒരു തളർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയാണ് LDFനെ പിഴയ്ക്കുന്നത്, എവിടെയാണ് ഈ UDFന് ഇത്രയധികം? രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ 1 ലക്ഷത്തിന് മേലെ വോട്ട് ഭൂരിപക്ഷമാണ് കാസർഗോഡ് മണ്ഡലം ഓർക്കുന്നുണ്ടല്ലോ. മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പോകാൻ മടിച്ചിരുന്ന മണ്ഡലം, തോൽക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ മണ്ഡലത്തിലാണ് 1 ലക്ഷത്തിൽ പരം വോട്ടിന് ഇപ്പോൾ അവിടെ മത്സരിക്കാൻ പറഞ്ഞതിന് പാർട്ടി വിട്ടു പോയ ആൾക്കാർ വരെ ഉണ്ട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.